കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഫോണിലൂടെ അറിയിക്കാൻ സൗകര്യമൊരുക്കി കേരള വനിതാ കമ്മീഷൻ. കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കൗൺസിലർമാർ ഫോണിലൂടെ പരാതികൾ കേൾക്കും. അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കേസുകൾ, കമ്മീഷൻ അംഗങ്ങൾ നേരിട്ട് കേൾക്കേണ്ട കേസുകൾ എന്നിവയ്ക്ക് അപ്പോൾ തന്നെ നടപടി ഉണ്ടാകുമെന്ന് MC ജോസഫൈൻ വ്യക്തമാക്കി. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും എല്ലാം തന്നെ സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾക്കായി സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യാനും വനിതാ കമ്മീഷന് അധികാരമുണ്ട്. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പരമാവധി സമ്പർക്കം ഒഴിവാക്കേണ്ടത് അനിവാര്യമായതിനാലാണ് വനിതാ കമ്മീഷൻ ഈ സൗകര്യം വീണ്ടും ഒരുക്കുന്നതെന്ന് ചെയർപേഴ്സൺ MC ജോസഫൈൻ വ്യക്തമാക്കി. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പരമാവധി സമ്പർക്കം ഒഴിവാക്കേണ്ടത് അനിവാര്യമായതിനാലാണ് സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഫോണിലൂടെ അറിയിക്കാൻ കേരള വനിതാ കമ്മീഷൻ സൗകര്യമൊരുക്കുന്നത്. കൗൺസിലർമാർ ഫോണിലൂടെ പരാതി കേൾക്കും. അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കേസുകൾ, കമ്മീഷൻ അംഗങ്ങൾ നേരിട്ട് കേൾക്കേണ്ട കേസുകൾ എന്നിവയ്ക്ക് അപ്പോൾ തന്നെ നടപടിയുമുണ്ടാകും. കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യവും ലോക്ഡൌണും കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയതെന്നാണ് വനിതാ കമ്മീഷൻ അറിയിക്കുന്നത്. കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി 1996 മാർച്ച് 14 സ്ഥാപിതമായ നിയമസ്ഥാപനമാണ് കേരള വനിതാ കമ്മീഷൻ. സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കാനും സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ട നടപടികൾക്കായി സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യാനും വനിതാ കമ്മീഷന് അധികാരമുണ്ട്. വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ പ്രശസ്ത കവയിത്രി സുഗതകുമാരിയായിരുന്നു. ശാരീരിക, മാനസിക, ലൈംഗിക അതിക്രമങ്ങൾക്കിരയാകുന്ന ഏതൊരു സ്ത്രീക്കും നേരിട്ട് വനിതാ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. പരാതികൾ ഒരു വെള്ള പേപ്പറിൽ പരാതിക്കാരിയുടെയും അക്രമിയുടെയും പൂർണ്ണമായ മേൽവിലാസം സഹിതം എഴുതി നൽകുകയോ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തെടുക്കാവുന്ന നിശ്ചിത ഫോറം പൂരിപ്പിച്ച് നൽകുകയോ ചെയ്യാം. പരാതി നൽകുന്നതിന് ഒരു വക്കീലിന്റെ സഹായം ആവശ്യമില്ല. എന്നാൽ പരാതിക്കാരിക്ക് നിയമസഹായം ആവശ്യമെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി വഴിയുള്ള സൗജന്യമായി വക്കീലിനെ നിയമിച്ചു തരാനുള്ള അധികാരം വനിതാ കമ്മീഷനുണ്ട്. സിവിൽ സ്വഭാവമുള്ള പരാതികളും വിവാഹമോചനത്തിനായുള്ള പരാതികളും വനിതാ കമ്മീഷൻ പരിഗണിക്കുന്നതല്ല. ജില്ലകൾ തോറും നടത്തുന്ന അദാലത്തുകൾ വഴിയാണ് വനിതാ കമ്മീഷൻ പരാതികൾ തീർപ്പാക്കുന്നത്. പരാതിക്കാരിയെയും എതിർകക്ഷികളെയും ഒരുമിച്ച് വിളിപ്പിച്ച് ഇരുഭാഗത്തിനും പറയാനുള്ളത് കേട്ട ശേഷം വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയാണ് അദാലത്തിൽ ചെയ്യുന്നത്. ലൈംഗികാതിക്രമങ്ങളിലും മറ്റും മാനസികമായി തളർന്നുപോയ സ്ത്രീകൾക്ക് കൌൺസിലിംഗ് ഏർപ്പെടുത്തുക, വീടുകളിലേക്ക് തിരിച്ചു പോകാനാവാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ഇരകളായ സ്ത്രീകൾക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുക എന്നിവയും വനിതാ കമ്മീഷന്റെ അധികാരങ്ങളാണ്. ഒരു നിയമസ്ഥാപനം എന്ന നിലയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും വനിതാ കമ്മീഷന് ഇടപെടാം. അന്യായമായ എന്ത് നടപടികളിലും അന്വേഷണം നടത്തി തീരുമാനമെടുത്ത് ആ വിഷയത്തിൽ തുടർ നടപടി എന്ത് സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാനും വനിതാ കമ്മീഷന് കഴിയും. ഇത്തരം വിഷയങ്ങളിൽ അന്വേഷണം നടത്തുന്നത് വനിതാ കമ്മീഷൻ ഡയറക്ടറായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. സ്ത്രീകളുടെ സാമൂഹിക നില മെച്ചപ്പെടുത്താനും കമ്മീഷന് ഉത്തരവാദിത്തമുണ്ട്. അതിനായി സംസ്ഥാന പൊതുസ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ അവസരം ഉറപ്പാക്കേണ്ടതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാനും വനിതാ കമ്മീഷന് അധികാരമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.